കേരള രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റാൻ ബി.ജെ.പി ഒരുങ്ങിക്കഴിഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേടിയ ആധിപത്യം വെറുമൊരു തുടക്കം മാത്രമായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ എന്ന കരുത്തനായ നായകൻ കപ്പലിന്റെ അമരത്തെത്തിയതോടെ കേരളത്തിന്റെ താമരപ്പടിയുടെ രൂപം തന്നെ മാറുകയാണ്. ഇത്തവണ ഡൽഹിയിൽ നിന്നുള്ള വമ്പൻ സ്രാവുകൾ കേരളത്തിലെ നിയമസഭയിലേക്ക് വണ്ടി കയറാൻ തയ്യാറെടുക്കുന്നു. ആരായിരിക്കും ആ കരുനീക്കങ്ങൾക്ക് പിന്നിൽ? കാഞ്ഞിരപ്പള്ളിയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മത്സരിക്കുമോ? നിയമസഭയിൽ ഇത്തവണ ബി.ജെ.പി അക്കൗണ്ട് തുറക്കുമോ? അതോ ചരിത്രം തിരുത്തിക്കുറിക്കുമോ? കാണാം. കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് തിരുവനന്തപുരത്തേക്കാണ്. ബി.ജെ.പിയുടെ സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ചേരുമ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ രാഷ്ട്രീയ എതിരാളികളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ തലസ്ഥാന നഗരി ബി.ജെ.പി പിടിച്ചടക്കിയതിന് ഒരു നിസ്സാര സംഭവമല്ല. ഭരണ പ്രതിപക്ഷ മുന്നണികൾ ഒന്നിച്ചു നിന്നിട്ടും തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാവിക്കൊടി പാറിയെങ്കിൽ നിയമസഭയിൽ അത് വലിയൊരു മാറ്റത്തിന്റെ സൂചനയാണ്. തന്ത്രപരമായ സ്ഥാനാർത്ഥി നിർണയം, അതായത് ഇത്തവണ ബി.ജെ.പി കളിക്കുന്നത് വെറും ഒരു വോട്ട് പിടുത്തത്തിനല്ല, മറിച്ച് വിജയം മാത്രം ലക്ഷ്യം വെച്ചാണ്. ഇതിനായി A+ മണ്ഡലങ്ങളിൽ വമ്പന്മാരെയാണ് പാർട്ടി പരീക്ഷിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട പേരാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. ബി.ജെ.പിക്ക് 30,000-ലധികം വോട്ടുകൾ ഉറപ്പുള്ള കാഞ്ഞിരപ്പള്ളിയിൽ ജോർജ് കുര്യൻ എത്തുന്നതോടെ ക്രൈസ്തവ വോട്ടുകളിൽ വലിയൊരു വിള്ളൽ ഉണ്ടാക്കാൻ സാധിക്കും. ക്രൈസ്തവ സഭകളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ നല്ല ബന്ധം ബി.ജെ.പിക്ക് A+ മണ്ഡലത്തിൽ ചരിത്ര വിജയം സമ്മാനിച്ചേക്കാം. തിരുവനന്തപുരം പിടിക്കാൻ വമ്പൻ സ്രാവുകൾ, അതായത് തലസ്ഥാന ജില്ലയിൽ ഇത്തവണ ബി.ജെ.പി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. നേമം, ഉരുക്കുകോട്ടയിൽ സാക്ഷാൽ രാജീവ് ചന്ദ്രശേഖർ എത്തുമെന്നാണ് സൂചന. കഴക്കൂട്ടത്ത് വി മുരളീധരൻ വീണ്ടും ജനവിധി തേടുമ്പോൾ മണ്ഡലം ഇത്തവണ കൈവിടില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് അണികൾ. പിന്നെ വട്ടിയൂർക്കാവിലേക്ക് വന്നാൽ മുൻ DGP ആർ ശ്രീലേഖയുടെ പേര് ഉയർന്നു വരുന്നത് ജനങ്ങൾക്കിടയിൽ വലിയ തരംഗം സൃഷ്ടിച്ചിട്ടുണ്ട്. അതുപോലെ തിരുവനന്തപുരം സെൻട്രലിൽ നടൻ കൃഷ്ണകുമാറോ അതോ ജനകീയനായ കരമന ജയനോ ആര് വന്നാലും പോരാട്ടം കടുക്കും. ആലപ്പുഴയിൽ തീപ്പൊരി നേതാവ് ശോഭ സുരേന്ദ്രൻ എത്തുന്നതോടെ പോരാട്ടം അവിടെയും കനക്കും. അരൂരിലോ കായംകുളത്തോ അവർ ജനവിധി തേടിയേക്കാം. തൃശ്ശൂരിൽ വോട്ട് ശതമാനം വർദ്ധിപ്പിച്ച് MT രമേശ് ഇത്തവണ തൃശ്ശൂരിലോ കോഴിക്കോട്ടോ അംഗത്തിനിറങ്ങിയേക്കും. പാലായിൽ ഷോൺ ജോർജും തിരുവല്ലയിൽ അനൂപ് ആന്റണിയും എത്തുന്നതോടെ മധ്യ തിരുവിതാംകൂറിൽ ബി.ജെ.പി വലിയ മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളിലെ കണക്കുകൾ പരിശോധിച്ചാൽ കേരളത്തിൽ ബി.ജെ.പിയുടെ ഗ്രാഫ് കുത്തനെ ഉയരുകയാണ്. 20% മുകളിലേക്ക് വോട്ട് വിഹിതം എത്തിക്കാനാണ് ലക്ഷ്യം. പല മണ്ഡലങ്ങളിലും ബി.ജെ.പി 2ാം സ്ഥാനത്തെത്തിയതും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതത്തിലുണ്ടായ വർധനവും പാർട്ടിയുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കുന്നു. രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മൈക്രോ ലെവൽ മാനേജ്മെന്റ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഇതുവരെ കാണാത്ത പോരാട്ടത്തിനാണ് വഴിമരുന്നിട്ടത്. ഈ കോർ കമ്മിറ്റി യോഗം തീരുമാനിക്കുന്നത് കേരള രാഷ്ട്രീയത്തിന്റെ ഭാവി കൂടിയാണ്. 15ഓളം സീറ്റുകളിൽ നിയമസഭയിൽ നിർണായക ശക്തിയാകുക എന്ന ലക്ഷ്യം ബി.ജെ.പിക്ക് കയ്യെത്തിപ്പിടിക്കാവുന്ന ദൂരത്താണ്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? ആരായിരിക്കും കേരളത്തിൽ ബി.ജെ.പിയെ നയിക്കാൻ പോകുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.